റഷ്യൻ എണ്ണ വിഷയത്തിൽ നയാര എനർജി ലിമിറ്റഡിനെതിരെ UK ഉപരോധം ഏർപ്പെടുത്തി. റിലയൻസിന്റെ നയാര അടക്കം 17 എണ്ണ കമ്പനികൾക്കും വ്യക്തികൾക്കുമാണ് ഉപരോധം. UK പ്രധാനമന്ത്രി കെയ്ൻ സ്റ്റാമർ മുംബൈ സന്ദർശിച്ചു മടങ്ങിയതിന് പിന്നാലെയാണ് ഉപരോധം. പി ബസന്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ബസന്ത്, റഷ്യൻ എണ്ണയുമായി ബന്ധപ്പെട്ട് UK അടക്കമുള്ള രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകൾ നേരത്തെ ഉള്ളത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് അവർ ഉപരോധവുമായി മുന്നോട്ട് പോകും. പക്ഷേ UK പ്രധാനമന്ത്രി വലിയ ഒരു സംഘത്തോടൊപ്പം ഇവിടെ വന്ന് ചർച്ചകൾ നടത്തി പോയതിന് പിന്നാലെയാണ് ഈ ഉപരോധം എന്നുള്ളത് പ്രത്യേകമാണ്. ഇന്നലെയാണ് ഇത് സംബന്ധിച്ച UK സർക്കാരിൻ്റെ തീരുമാനം വന്നത്. ഏകദേശം 17 കമ്പനികളും വ്യക്തികൾക്കുമെതിരെയാണ് ഇപ്പോൾ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതായത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർക്കെതിരെയുള്ള വിലക്ക് വന്നിരിക്കുന്നത്. അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ള ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന റിലയൻസ് കമ്പനിയുടെ നയാര എനർജി ലിമിറ്റഡിനെതിരെയുള്ള നടപടിയാണ്. അതായത് നയാരയ്ക്ക് UK ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ UKയിലെ ഏതെങ്കിലും കമ്പനി നയാരയുമായി എന്തെങ്കിലും ബിസിനസ് ഇടപാടുകൾ ഉണ്ടെങ്കിൽ അതിന് വിലക്ക് വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് മുംബൈയിൽ കിയർ സ്റ്റാമർ 2 ദിവസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് UK പ്രധാനമന്ത്രി അവിടെ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തുകയും ചെയ്തു. വ്യാപാര രംഗത്ത് വലിയ തോതിലുള്ള സഹകരണം വാഗ്ദാനം ചെയ്ത് മടങ്ങിയ ശേഷമാണ് UKയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് അമേരിക്കയുടെ സമ്മർദ്ദത്തിന് ബ്രിട്ടനടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോൾ വഴങ്ങുന്നു. റഷ്യൻ എണ്ണ വാങ്ങിക്കുന്ന കമ്പനികൾക്കെതിരെ അല്ലെങ്കിൽ രാജ്യങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്ന നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്.